I begin to I begin ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടികൾ തുടങ്ങാമല്ലേ. അപ്പോൾ ഇന്ന് ഡയറ്റിൻ്റെ ഡേ 13 ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഹിന്ദു ചൂടൻ വീണ്ടും തിരുമ്പി വந்தாച്ച്. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 124.45 ആണ്. അതായത് ഇന്നലത്തെ വെയിറ്റ് ഞാൻ കാണിച്ചത് 124.25 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പൂരമൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ ഇന്നലെ കഴിക്കേണ്ടി വന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്രയൊന്ന് കൂടിയത്. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും നമ്മൾ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. ഇന്ന് തൊട്ട് കട്ടകിടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പരിപാടികളും അവസാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ചീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ ഡയറ്റിൽ ക്ലിയർ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ബാക്കി ദിവസങ്ങൾ നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്നും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ കാണുന്നത്. അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ ലഞ്ചിലേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിൽ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചല്ല, അപ്പോൾ നമുക്കതൊന്ന് കറിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സി എടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് തേങ്ങ, 2-3 പച്ചമുളക് ഇട്ടു. ആദ്യം ഒന്ന് കറക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മീൻ കറിക്ക് അരയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇലുമ്പൻ പുളിയാണ്, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ആകെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് മൊത്തത്തിൽ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലും വലുതാവുന്നതാണ്, പക്ഷേ ഞാൻ നിർത്തിയില്ല. അപ്പോൾ ഇന്ന് കൊഞ്ച് കിട്ടിയതാണല്ലോ, നമുക്കിതിട്ട് വെക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ ഇതിങ്ങെടുത്തു. മാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരും മാങ്ങയിട്ട മീൻകറി ഒന്നും കൂട്ടത്തില്ല, പക്ഷേ ഈ ഇലുമ്പൻ പുളി ഇട്ട മീൻകറി ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കൊഞ്ചാണല്ലോ, നമുക്ക് കൊഞ്ച് ഇതിട്ട് വെക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ അത് ഇരുന്നതൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിട്ടാണ് ഇന്ന് മീൻകറി വെക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ഡയറ്റ് ഈ പെരുന്നാളും വിഷു ഒക്കെ ആയിട്ട് വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. നോക്കാം നമുക്ക് ഈ 30 ദിവസം കൊണ്ട് എത്ര കിലോ ഈ ചീറ്റിങ്ങും ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പോകുമ്പോഴും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ലൈഫിൽ. നമ്മൾ ഒരിക്കലും ഡിസൈഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്ന. ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ചീറ്റ് ചെയ്യേണ്ടി വരും, ഡയറ്റ് വിടേണ്ടി വരും. പിന്നെ ഒരു ദിവസം നമ്മൾ ഓക്കെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ശരീരത്തിനൊക്കെ വരാം. അപ്പോൾ എല്ലാ ദിവസവും നല്ല മൂഡിൽ നല്ല ഹാപ്പി ആയിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മുടെ കറിയിലേക്ക് വരാം. അപ്പം നമ്മുടെ ഇലുമ്പൻ പുളി മൊത്തം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കൊഞ്ച് ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞ് അത് ചേർത്തു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ആ മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, മിക്സി പുറം കഴുകിയ വെള്ളമല്ല കേട്ടോ, അകത്ത് അരപ്പിരിക്കുന്ന വെള്ളം, അത് ചേർത്തു. എന്നിട്ട് ഇത് തിളപ്പിച്ചു, പറ്റിച്ചു എടുത്തു. ഈ രീതിയിൽ നമ്മുടെ കറി റെഡി. ഇപ്പുറത്ത് നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി വഴട്ടി ചേർക്കുകയാണ് കേട്ടോ. ഇതിൽ കടു വേണ്ട, കടുക് കൊഞ്ചിന് ചേർക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. വെറും നമ്മൾ വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളി മാത്രം ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൽ ചേർക്കുകയാണ്. അപ്പം നമ്മുടെ കൊഞ്ച് കറി വളരെ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലാകെ വരുന്നൊരു മെനക്കേടെന്ന് പറഞ്ഞാൽ കൊഞ്ചുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മുടെ തേങ്ങ തിരുമുന്ന ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് രണ്ടും ഒരു വലിയ മെനക്കേടാണ് ആലോചിക്കുകയാണെങ്കിൽ. അപ്പോൾ ഓക്കെ, അതവിടെയായി. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കോവയ്ക്ക മെഴുക്കുമായിട്ടാണ്. അവിടെ ഓൾറെഡി ഞാൻ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കോവയ്ക്ക മെഴുക്കുമായിട്ടില്ല, ഉള്ളി കോവയ്ക്കയും പിന്നെ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കാറുള്ളൂ. മുന്നേ ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി കാണിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ റൗണ്ടിൽ അരിഞ്ഞായിരുന്നു കേട്ടോ കാണിച്ചത്. ഇത് നീളത്തിൽ അരിഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് വെറൈറ്റി പിടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി അടച്ച് വെക്കുക. തീ കുറച്ചിടുക. കോവയ്ക്ക ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ടിട്ട് തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതോടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. പിന്നെ ഇങ്ങനെ നിങ്ങൾ സവാളയൊന്നും ചേർക്കാതാണ് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ചേർക്കുക കേട്ടോ. കാരണം വെളിച്ചെണ്ണയുടെ ആ ഒരു മണമൊക്കെ ഇതിന് വരുമ്പോഴാണ്, ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നത്. എണ്ണയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ ഇത് രണ്ടും സെറ്റാണ്. പിന്നെ നാരും ഇവിടെ ഇല്ല, ആൾ ജിമ്മിൽ പോയേക്കാണ്.
അപ്പം ആൾ വരുമ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കി മതി. നമ്മുടെ മാമ്പഴത്തിൻ്റെ ജാം ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതാണ് കൊടുക്കുന്നത്. ഈ ജാം തീർന്നിടം വരെ അതുകൊണ്ട് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഞാൻ നാരുവിനും വെറുപ്പിക്കുന്നതായിരിക്കും. ഇനി ഈ ജന്മത്തിൽ നാരുവിന് മാങ്ങ തിന്നാൻ തോന്നരുത്, ആ രീതിയിൽ ഞാൻ ആക്കി കൊടുക്കും. കാരണം എനിക്ക് മാങ്ങ തിന്നാൻ പാടില്ലല്ലോ, ഞാനിനി അങ്ങോട്ട് മാങ്ങ തിന്നണ്ടെന്നാണ് കേട്ടോ കരുതിയിരിക്കുന്നത്. കാരണം ഷുഗർ കണ്ടൻ്റൊക്കെ കൂടുതലല്ലേ. അപ്പം ഇത്തിരി ദിവസം ഇങ്ങനെ പോയതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് കട്ടയ്ക്ക് പിടിച്ചെങ്കിലേ 30 ദിവസം കൊണ്ട് എത്ര കിലോ കുറയും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ട്, ഞാൻ മാങ്ങ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ നെത്തോലി ക്ലീൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് 3 ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് 3 ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാനാണ്. ഇത് നാരൂനാണ് കേട്ടോ, എനിക്കല്ല കേട്ടോ നെത്തോലി. ഫ്രൈ ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇതിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നാരു വന്നിട്ടുണ്ട്. അപ്പം നാരു ജിമ്മിൽ പോണതിന് മുന്നേ ആയിട്ട് ഞാൻ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഉത്തമ ഭാര്യ ആയതുകൊണ്ട് തന്നെ നാരു പോകുമ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ആൾ പറഞ്ഞയച്ചത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതിലേക്ക് ജാമ് തേക്കാണ്. അപ്പോൾ ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ആയിട്ട് കിട്ടുമല്ലോ കഴിക്കാനായിട്ട്, ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതാണ് നാരൂന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇന്ന് എടുത്തത് കുറച്ച് സ്ട്രോബെറി ആണ് കേട്ടോ രാവിലെ എടുത്തത്. കാരണം എനിക്ക് ഇന്ന് എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ റെഡി ആയിട്ട് ത്രെഡ്മില്ലിൽ കയറിയതാണ്. കയറിയ സമയത്ത് ഭയങ്കര നെഞ്ചരിച്ചിൽ. ഈ 2-3 ദിവസം വലിച്ചു വാരിയൊക്കെ തിന്ന് അങ്ങനെയൊക്കെ ഡയറ്റ് ഭയങ്കര ഫുഡ് കുറച്ചിരുന്നതല്ലേ, അത് കഴിഞ്ഞ് കഴിച്ചതിൻ്റെ ആയിരിക്കും ഭയങ്കര നെഞ്ചരിച്ചിലായിരുന്നു. ഇന്നലെ രാത്രി തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വയ്യായ്മയായിരുന്നു മൊത്തത്തിൽ. അപ്പം ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഒരു ഓഫായ ഫീലായിരുന്നു. അപ്പോൾ എനിക്ക് ത്രെഡ്മില്ലിൽ നടക്കാൻ പറ്റിയില്ല, എക്സസൈസ് ഇന്ന് നടന്നിട്ടില്ല. പിന്നെ ഒരുപാട് വെള്ളം നെഞ്ചരിച്ചിലായതുകൊണ്ട് തന്നെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ രീതിയിൽ അങ്ങ് ആക്കാമെന്ന് കരുതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ മെനക്കേടായിട്ടോ. ആകെ ഒരു 4-5 ദോശയോ അല്ലെങ്കിൽ 5 ഇഡലിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ മെനക്കെട്ട് കറിയൊക്കെ വെച്ചിട്ട് ആകെ മെനക്കേടാണ്. കാരണം നാരും ഒരു 3 കഴിക്കും, ഞാനൊരു 2 കഴിക്കും. ഈ 5 വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എത്ര നേരമാണ് അടുക്കളയിൽ കിടന്ന് ഈ ചൂടത്ത് കഷ്ടപ്പെടുന്നതെന്നറിയോ. കാരണം അതിന് കറി ഉണ്ടാക്കണം, പിന്നെ നമ്മളത് ഫുഡ് ഉണ്ടാക്കണം. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്ത് എളുപ്പമാണല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നും ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടിക്കും നമ്മൾ. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ സംഭവം ഒരു മാസത്തിനുള്ളിൽ തീർക്കണമല്ലോ. ഇത് കൂടാനിട്ട് മാങ്ങ അല്ലാതെ ഇരിപ്പുണ്ട് കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും തീറ്റിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നാരൂന് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ജാമ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ പോകാം. ഇതേപോലെ സ്ട്രോബെറിയും ചെയ്ത് വെക്കാം കേട്ടോ, കിടിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ട്രോബെറിയുടെ വില വെച്ചിട്ട് ഇത് പറ്റില്ല. കാരണം ഒരു 5-6 ബോക്സെങ്കിലും വേണ്ടി വരും. ഞാൻ കോയമ്പത്തൂർ വന്നപ്പോൾ അവിടെ വിലക്കുറവായിരുന്നു സ്ട്രോബെറിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് 4 ഒരു ബ്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാരൂന് കഴിക്കാൻ എളുപ്പമാണ്. കാരണം ആൾ ഈ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രോജക്റ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത് കടിച്ച് തിന്നുന്നതിലും ഇതാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ഈ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞാൻ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചായ ഇട്ട് കൊടുക്കാൻ തോന്നിയില്ല. അപ്പം ഈ ക്ഷീണമൊക്കെ ആയിട്ടാണല്ലോ ജിമ്മിൽ പോയിട്ട് വരുന്നത്. അപ്പം ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ ആ ജാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. ആ സംഭവം കുറച്ച് പാലെടുത്തിട്ടൊന്ന് ഒരു 2-3 സ്പൂൺ നിറച്ചെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പാലിലൊന്ന് അലിയും. എന്നിട്ട് ഇതിൽ നിറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം. ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മധുരവും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ഞാനിതിൽ മധുരം ചേർക്കുന്നത് കാരണം നാരൂന് മധുരം വേണ്ടാന്ന് പറഞ്ഞേ. പിന്നെ ഇതിൽ നിങ്ങൾ ഒരുപാട് ഐസ് ഇട്ട് കുടിക്കണം കേട്ടോ. നല്ല മധുരത്തിൽ കുടിക്കുമ്പോഴായിരിക്കും ഇത് ടേസ്റ്റ് കുടിക്കാൻ. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇടാമെന്നാണ് കരുതിയത്. അപ്പം നാരൂന് പഞ്ചസാര വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബാക്കിയും കൂടെ പാലൊഴിച്ചിട്ട് കുറച്ചും കൂടെ ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇട്ട് കൊടുത്തു. കാരണം എങ്കിലാണ് കുറച്ചെങ്കിലും ഒരു മധുരം തോന്നുള്ളൂ. ഇതിൽ പഞ്ചസാര ഇടുകയാണെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. കാരണം ഞാൻ ഇത് ഈ രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ ചെയ്ത് ഞാൻ കുടിച്ചിട്ടുണ്ട് മുന്നേ. കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആ തരി പോലെ ഇരിക്കുന്ന മാങ്ങ നന്നായിട്ടൊന്ന് ക്രഷായിട്ട് കിടക്കുന്നുണ്ട്, ഒന്ന് കടിക്കാൻ കിട്ടും. അത് ഭയങ്കര ടേസ്റ്റായിട്ടോ ഇത് കുടിക്കാനായിട്ട്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയല്ലേ, പിന്നെ എന്താ വേണ്ടത്, നല്ല സൂപ്പറായിട്ട് നമുക്ക് കുടിക്കാം. ആ മാങ്ങയുടെ ഫ്ലേവറൊക്കെ നല്ല കിടിലായിട്ട് കിട്ടും കേട്ടോ.
അപ്പം ഞാൻ ഇത് ആ ഐസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ 2-3 വട്ടം ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോഴാണ് ക്ലിയറായിട്ട് അതൊന്ന് സെറ്റായി വരുന്നത്. പിന്നെ നാരുവിന് ഇത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, മധുരം ഇടാതിരുന്ന് തന്നെ നന്നായി. കാരണം ആ ബ്രെഡിൻ്റെ കൂടെ തന്നെ ഇതും കഴിച്ചു. അപ്പോൾ ബ്രെഡിൻ്റെ ജാമും മധുരം ഇതിൻ്റെ മധുരം ആയതുകൊണ്ട് ഇതിൻ്റെ മധുരം അറിയാതെ പോയി ആൾ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഞാൻ കഴിക്കാൻ പോകുന്നു. കണ്ട, ഇതിൽ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ജാമ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സ്ട്രോബെറി ആയിട്ടോ എടുത്തത്. കാരണം അത് കഴിക്കാൻ പാടില്ലല്ലോ, ബ്രെഡ് നോർമൽ ബ്രെഡാണ്. അപ്പം ഞാൻ അതുകൊണ്ട് സ്ട്രോബെറി കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു കഴിക്കുന്നത്. കാരണം ആദ്യം ഇത് കഴിച്ച് നോക്കാൻ എന്ത് മധുരം അറിയത്തില്ലല്ലോ. ഇത് നമ്മുടെ ആ ജാമ് ഞാൻ ഉണ്ടാക്കിയില്ല, അത് വെച്ച് തന്നെ ജ്യൂസ് പോലെ ചെയ്തതാട്ടോ. അപ്പം ഇതിപ്പം മധുരം അറിയത്തില്ല, കാരണം കഴിച്ചിരിക്കുന്നുണ്ട്. ചൂടത്ത് നല്ല സൂപ്പർ. മധുരം ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മധുരം ചേർത്തെടുക്കാവേ. ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് വലുതായിട്ട് മധുരം വേണ്ട, മധുരം വലിയ താല്പര്യമില്ല. അപ്പം മധുരം കുറച്ച് വയ്ക്കുന്നേ നല്ലത്. ഇതിൽ മധുരം കുറച്ചാലും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ, ഞാനും കഴിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളിപ്പം ഡയറ്റ് ചെയ്യുന്നവർ, കൂടെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പറയാം. ഇപ്പം നിങ്ങൾ ഒരു 8 കിലോ 10 കിലോ ഒക്കെ കുറയ്ക്കുന്നവർക്കാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. അവർ കണ്ടിന്യൂസ് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ചെയ്ത് അവർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഡയറ്റൊക്കെ വിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു ലോങ് ടൈം ഡയറ്റ് ചെയ്യുന്നവർക്ക്, അതായത് ഇപ്പം 30 കിലോ 40 കിലോ അപ്പം അത് അത്രയൊക്കെ കുറയ്ക്കുന്നവർക്ക്, അതിന് കൂടി 10-ന് മേളിലോട്ട് കുറയ്ക്കുന്നവർക്ക് ലോങ് ടൈം ഒക്കെ ആയിരിക്കും ചെയ്യേണ്ടി വരുന്നത്. അപ്പം അവർക്കെന്ന് പറയുന്നത് ഇതണക്കുള്ള ഫങ്ഷനോ ഇപ്പം 30 ദിവസം ആണെങ്കിലും 10 ദിവസം ആണെങ്കിൽ തന്നെയും 20 ദിവസം ആണെങ്കിൽ തന്നെയും ഡയറ്റ് കണ്ടിന്യൂസ് കൊണ്ടുപോലും നടക്കത്തില്ല. ഇപ്പം നോർമൽ ഒരു ഹൗസ് വൈഫ്സ് ആണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും കാര്യം വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ഡയറ്റെന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഒരു ഡയറ്റാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതൊന്നും ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഫംഗ്ഷനും ഇത് വരുവാണെങ്കിൽ ഡയറ്റ് വിട്ടിട്ട് അടുത്ത ദിവസം ഡയറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ ഡയറ്റ് വിടുന്ന ദിവസം നിങ്ങൾ എപ്പോഴാണോ ഫംഗ്ഷന് പോകുന്നതോ അല്ലെങ്കിൽ എപ്പോഴാണോ കഴിക്കേണ്ടി വരുന്നത് ആ ടൈം മാത്രം ഒരു നിങ്ങൾക്ക് വയറ് നിറയുന്ന രീതിയിൽ കഴിക്കുക, സാധാരണ ഫുഡ് കഴിക്കുക. ബാക്കിയുള്ള 2 നേരമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പം അങ്ങനെ ആ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി. കാര്യം 8 കിലോ 10 കിലോ കുറയ്ക്കുന്നവർക്ക് അത് പ്രശ്നമില്ല, നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഒരു ഫംഗ്ഷന് നമ്മൾ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വേറെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഡയറ്റാണ് വേണ്ടെന്ന് പറയുമ്പോൾ അവരത്രയും നമുക്ക് വേണ്ടി ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ സമയത്തൊന്നും ഡയറ്റ് വെക്കണം. പിന്നെ ഇതൊക്കെ ഇനി അടുത്ത വർഷമേ വരൂ. ഇനിയൊരു വിഷു, ഇനിയൊരു കൊല്ലം പൂരമൊക്കെ ഇനി അടുത്ത വർഷമേ കാണുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് നമ്മൾ സെലിബ്രേറ്റ് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു. പിന്നെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി മാർച്ച് 30 അന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും അധികം വാങ്ങി കഴിച്ചൊന്നുമില്ല. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ആൾക്കാർ വിളിച്ചതാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും അത് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈം ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് നടക്കുന്ന കാര്യമല്ല. പിന്നെ അവരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഒരു 5-6 ദിവസം ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെൻ്റലി പ്രഷർ വരും. അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഡയറ്റ് എടുക്കുന്നതന്നെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ എങ്ങും എത്തത്തില്ല, ഡയറ്റ് ബ്രേക്ക് ആവത്തേ ഉള്ളൂ. അത്രയും കണ്ടിന്യൂസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ലോങ് ടൈം എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇനി ഇത് കട്ടയ്ക്ക് പിടിക്കും കേട്ടോ. കാരണം എത്രയ്ക്കെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഡയറ്റ് വിട്ട് കഴിയുമ്പം കൂടിയിട്ട് പിന്നെ കുറയുമ്പോൾ അത്രയും ദിവസം നമുക്ക് വെറുതെ ഡിലേ ആയി ലേറ്റ് ആയി അങ്ങനെ പോവുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ ഉള്ള ചീറ്റിംഗ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പം എനിക്കിനി വലിയ അങ്ങോട്ട് ഇനി പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. മാക്സിമം ഒഴിവാക്കാൻ പറ്റാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഡയറ്റ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എൻജോയ് ചെയ്യുക, എന്നിട്ട് ബാക്കി പിന്നെ ഡയറ്റ് ചെയ്യുക. അല്ലാത്ത സമയത്ത് ഡയറ്റ് ചെയ്യുക, ഫംഗ്ഷനും കാര്യങ്ങളും തന്നെ എൻജോയ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ഈ 80-ന് മേളിൽ 90-ന് മേളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ 10 ദിവസം കുറയ്ക്കുന്നത് അവർ 2 ദിവസം കൊണ്ട് കൂടും.
ഡയറ്റ് വിട്ട്. എനിക്ക് തന്നെ കണ്ടില്ലേ 1.5 കിലോ അടുപ്പിച്ച് കൂടിയത്. ലോങ് ടൈം ഡയറ്റ് ചെയ്യുന്നവർക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അല്ലെങ്കിൽ മെന്റലി എല്ലാം പ്രഷർ കൂടി ലാസ്റ്റ് എല്ലാം മൊത്തത്തിൽ ഒന്നും കാണത്തില്ല, ഒരു ഗുണം കാണത്തില്ല, ഒരു റിസൾട്ടും കാണത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും കഴിക്കട്ടെ. ഇനി ഉച്ചക്കത്തുള്ള പരിപാടിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിനി ഫ്രൂട്ട്സ് എടുത്തത് ഇന്ന് ഈ ഡയറ്റ് വിട്ട് ഇപ്പം ഇത്രയും കൂടിയതിൻ്റെയൊക്കെ കൊണ്ടാട്ടോ ഞാനിന്ന് ഫ്രൂട്ട്സ് എടുത്തത്. ഇല്ല നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വല്ല ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ മാക്സിമം ഒന്ന് പിടിക്കാമെന്ന് എഴുതിയിട്ട് എടുത്തത്. കാരണം ഇനിയിപ്പോൾ പീരീഡ്സിൻ്റെ ഡേറ്റൊക്കെ ആവാൻ പോവുക. ആ സമയത്ത് PCOD ഉള്ളതുകൊണ്ട് അറിയാമല്ലോ, എന്തായാലും വെയിറ്റ് സ്റ്റക്കായി ആകെ പാടുവിട്ട് ആകെ പ്രശ്നമാവും. അപ്പം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറയ്ക്കാമെന്ന് കരുതി കേട്ടോ ഫുഡ്. അപ്പം അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പം ശരി, കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ വെച്ചിട്ട് പോയ കോവയ്ക്ക ഈ രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കണം. ചെറുതായിട്ട് ഇരുന്ന് മുരിഞ്ഞ് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കഴുകിയതൊക്കെ നൂത്തിടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് 1 മണി ആവാറായി. അങ്ങനെ ഞാൻ നറുവിന് മീൻ തേ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് ദോശ ഇട്ടു. ദോശയും കോവയ്ക്കയും പിന്നെ നമ്മുടെ കൊഞ്ചറിയും കൂടെ ആയിട്ടാണ് കഴിച്ചാൽ 2 ദോശ എടുത്തിട്ടുണ്ട്. ഇത് മില്ലറ്റിൻ്റെ ദോശ, എന്താണാവോ പറയുന്നത്, മില്ലറ്റിൻ്റെ ദോശ മിക്സാണ് കേട്ടോ. നാക്ക് ഉടക്കുന്നു. അപ്പോൾ അത് ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാനൊരു 1:30-ക്കുള്ളിൽ തന്നെ എൻ്റെ ഒരു ലഞ്ച് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല കുട്ടിയായിരുന്നു. ഇന്ന് വളരെ 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 നല്ല കുട്ടിയായിട്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. കാരണം ഈ പ്രോജക്റ്റും പിന്നെ ലോട്ടറിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആളൊന്ന് ഫ്രീ ആവുന്നത് 3 മണിക്കാണ്. അപ്പോൾ 3 മണിക്ക് സ്വസ്ഥമായിട്ടിരുന്നാണ് നാരുവിൻ്റെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നാരുവിനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. കാരണം ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ചൊന്ന് ബിസിയാണ് കേട്ടോ. അപ്പോൾ ഇതടുത്ത മുട്ടയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ ചെയ്തത് കുറച്ചൊന്ന് തേങ്ങ എടുക്കുക. ചിരികിയ തേങ്ങയിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. അതിലേക്ക് ഒരു 4-5 കൊച്ചുള്ളി ചതച്ച് ചേർക്കുക. കൊച്ചുള്ളി തന്നെ എടുക്കണം, ചതച്ച് ചേർക്കണം. എന്നിട്ട് അതിലേക്ക് 2 മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർക്കരുത് കേട്ടോ. കുറച്ച് തോനെ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ദോശക്കല്ലിൽ ചുട്ടെടുക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കുരുമുളക് പൊടിയല്ല, മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞല്ല ചേർക്കേണ്ടത്, ചതച്ചാണ് ചേർക്കേണ്ടത്. തീ കുറച്ചിട്ടിട്ട് ചുട്ടെടുക്കണം കേട്ടോ. കാരണം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വേവേണ്ട, ഇല്ലെങ്കിൽ പച്ച ചവയ്ക്കും കേട്ടോ. അപ്പം നമ്മുടെ മുട്ട പൊരിച്ചതും റെഡിയാണ്. അപ്പം നാരൂന് ഉച്ചയ്ക്ക് ചോറ്, നെത്തോലി ഫ്രൈ, കൊഞ്ച് കറി, പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത്, പിന്നെ വേറെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, കോവയ്ക്ക മെഴുക്കുവരട്ടി. ഞാൻ ഓൾറെഡി കഴിച്ചിട്ട് അത് മില്ലറ്റിൻ്റെ ദോശയായിരുന്നു ഞാൻ കഴിച്ചത്. അത് ഞാൻ തന്നെ മിക്സ് ചെയ്ത് വെച്ചത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റാഗി, ബജ്ര, പിന്നെ വീറ്റ് ഫ്ലോർ, മെയ്സ്, പിന്നെ ജോവർ ഫ്ലോർ, ഇത് 5 ഫ്ലോറും കൂടെ ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതിലാണ് കേട്ടോ ഞാൻ ദോശ ഇട്ട് കഴിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് മൊത്തത്തിൽ ആ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചുവിട്ട് ചുട്ടെടുക്കുക. അപ്പം നാരുവിൻ്റെ ഫുഡ് റെഡി, എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ രാത്രി ഞാൻ കഴിച്ചത് 1 ആപ്പിളും 1 ഓറഞ്ച്, പിന്നെ കുറച്ച് നമ്മുടെ മുന്തിരിങ്ങ ഉണ്ടല്ലോ. ഇതാണ് നമ്മളെ വിഷുക്കണിയുടെ സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.